കൊല്ലം സുധിയുടെ മുൻ ഭാര്യ വീണ എസ് പിള്ളയുടെ ആരോപണങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് സുധിയുടെ മകൻ കിച്ചു രംഗത്ത് വന്നത്. വീണയുടെ വാദങ്ങളൊന്നും ശരിയല്ലെന്നും അച്ഛനും വീണയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നെന്നും കിച്ചു പറഞ്ഞു. വീണയുടെ പല വാദങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് കിച്ചുവിൻ്റെ തുറന്നു പറച്ചിൽ. ഇപ്പോഴിതാ വീണ്ടും ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണ് വീണ. സുധിക്ക് പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നെന്ന് വീണ പറയുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴും കിച്ചു താമസിക്കുന്നത് സുധിച്ചേട്ടൻ്റെ കുടുംബത്തിലാണ്. ഇടയ്ക്കൊക്കെ ഞാൻ പോയി കാണും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കിച്ചുവിൻ്റെ അമ്മ ശാലിനിയുടെ പേരിൽ ഞങ്ങൾ വഴക്കിട്ടിരുന്നു. കാരണം ശാലിനിക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. ശാലിനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ പോയാണ് പണം ഇട്ട് കൊടുക്കുക. പേഴ്സിൽ സ്ലിപ്പ് കാണും. അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിണങ്ങി നിന്ന് പിന്നെ വീണ്ടും മിണ്ടും. ഒന്നോ രണ്ടോ ദിവസം കുടുംബത്തിലെ വീട്ടിൽ പോയി നിൽക്കും. മൂന്നാമത്തെ ദിവസം കുറെ തക്കാളിയും മീനും വാങ്ങി സോപ്പിടാൻ വീണ്ടും വരും. പോട്ടെ എന്ന് അമ്മ എന്നോട് പറയും. വീണ്ടും സുധിച്ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും. അല്ലാതെ കിച്ചു പറയുന്നത് പോലെ ജീവിതകാലം മുഴുവൻ സുധിച്ചേട്ടൻ വഴക്കുണ്ടാക്കി അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. രേണുവിൻ്റെ പേരിലൊക്കെ അവസാനമാണ് വഴക്കുണ്ടായത്. ഒരുപാട് പെൺപിള്ളേരുടെ പേരിൽ ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊന്നും സുധിയുടെ വീട്ടുകാർക്കോ കിച്ചുവിനോ അറിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് സുധിയുടെ കെയർ ഓഫിൽ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. സുധി എവിടെ പോയാലും വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട്. ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത്. അല്ലാതെ ഒരുപാട് വിഷയമുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ വരെ പെൺപിള്ളേർ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത്. കിച്ചുവിനെ ഓർത്ത് പലരോടും പല കാര്യങ്ങളും തുറന്നു പറയേണ്ടെന്ന് ഞാനാണ് പറഞ്ഞത്. ഞാൻ അവനെക്കുറിച്ച് എന്തെങ്കിലും അഭിമുഖത്തിൽ മോശമായി പറയുന്നത് കണ്ടിട്ടുണ്ടോ? മനഃപൂർവ്വം അവൻ്റെ പേര് ഞാൻ വലിച്ചിഴയ്ക്കാത്തതാണെന്നും വീണ പറയുന്നു. ശാലിനിയെ പോയി കാണാറും അവളുടെ വീട്ടിൽ പോയി തങ്ങാറുമുണ്ടായിരുന്നു. കിച്ചുവിനെയും കൂട്ടി പോകുന്നതിനൊക്കെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ശാലിനിയെ വിളിച്ച് ഞാൻ സംസാരിച്ചു. നിന്റെ മോനാണ്. കാണേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാണേണ്ടപ്പോൾ എപ്പോൾ വിളിച്ചാലും ഞാനും സുധിയും വന്ന് നിന്നെ കാണിക്കും എന്ന് പറഞ്ഞു. രേണു മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ സുധിച്ചേട്ടന് 3-4 കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും വീണ ആരോപിക്കുന്നു. കിച്ചുവിന് രേണുവും സുധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നെന്നും അന്ന് ഞാൻ സുധിയുടെ ഭാര്യയായിരുന്നെന്നും വീണ പറയുന്നുണ്ട്. രേണു കിച്ചുവിനെ ഫോൺ വിളിക്കും. അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സുധിക്ക് ഫോൺ കൊടുക്കുമായിരുന്നെന്ന് തന്നോട് സുധിയുടെ മാനേജറെ പോലെ ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർ കരുതിയത് ഞാനാണ് വിളിക്കുന്നതെന്നാണ്. എന്നാൽ അത് രേണുവായിരുന്നുവെന്ന് വീണ പറയുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കിച്ചു നാറും. ലോക കള്ളനാണ് കിച്ചുവെന്നും വീണ ആരോപിക്കുന്നു.